കണ്ണൂർ തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയുമായ PK ശ്യാമളയ്ക്കെതിരെ വിമത സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തിറക്കാൻ നീക്കം. ജില്ലയിലെ മുതിർന്ന നേതാവ് മത്സരിക്കാൻ ഒരുങ്ങുന്നതായാണ് സൂചന. PK ശ്യാമളയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതിലെ എതിർപ്പാണ് നീക്കത്തിന് പിന്നിൽ. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഇപ്പോൾ കേൾക്കുന്ന പേര്, ഉയർന്നു വരുന്ന പേര് TK ഗോവിന്ദൻ്റെ ആണ്. TK ഗോവിന്ദൻ പാർട്ടി ഗ്രാമമായ മലപ്പട്ടത്ത് നിന്നുള്ള നേതാവാണ്. അദ്ദേഹം നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കൈത്തറി വികസന കോർപ്പറേഷൻ ചെയർമാനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കാത്തത്? വിശദാംശങ്ങൾ മിഥുൻ. അനിൽ നമ്പ്യാർ, നേരത്തെ തന്നെ തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ഉയർന്നു കേട്ട ഘട്ടം മുതൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ അണികൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ പാർട്ടിയുടെ സജീവ സൈബർ സഖാക്കളടക്കം PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഒരു ജനകീയ മുഖമല്ല PK ശ്യാമള എന്ന് പേര് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ രംഗത്ത് വന്നത്. മാത്രമല്ല, അണികളോട്, താഴേക്കിടയിലുള്ള ആളുകളോട് അവർക്ക് നല്ല ബന്ധമല്ല എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒരു ജനകീയ സ്ഥാനാർത്ഥി അല്ല എന്നത് വലിയൊരു ന്യൂനതയായി കണ്ടുകൊണ്ട് തന്നെയാണ് പാർട്ടി അണികളടക്കം രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായത്. ഇപ്പോഴത്തെ CPM സംസ്ഥാന നേതൃത്വം തന്നെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തളിപ്പറമ്പിൽ വിമത സ്ഥാനാർത്ഥിയാകാൻ CPMന്റെ മുതിർന്ന നേതാവ് തന്നെ രംഗത്ത് വരുന്നു എന്നൊരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. CPMന്റെ മുതിർന്ന നേതാവായ TK ഗോവിന്ദൻ്റെ പേരാണ് സജീവമായി ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ CPMന്റെ പാർട്ടി ഗ്രാമമായ മലപ്പട്ടം എന്ന പ്രദേശത്ത് നിന്ന് വരുന്ന വ്യക്തിയാണ് TK ഗോവിന്ദൻ. തളിപ്പറമ്പിലെ PK ശ്യാമളയെ അല്ലെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കാനിരുന്ന പ്രധാനപ്പെട്ട പേരുകാരിൽ ഒരാൾ TK ഗോവിന്ദനായിരുന്നു. മാത്രമല്ല, അണികൾക്കിടയിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു എന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ TK ഗോവിന്ദൻ മത്സരരംഗത്തേക്ക് വരുന്നത് എന്നൊരു സൂചന കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും പാർട്ടി യോഗങ്ങളിലടക്കം ഇദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അത് ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള വിയോജിപ്പ് കൊണ്ടായിരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും അനിശ്ചിതത്വം തുടരുകയാണ്. അങ്ങനെയെങ്കിൽ പാർട്ടി കോട്ടയിൽ ശക്തമായ മത്സരമുണ്ടാകും. PK ശ്യാമളയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അനിൽ നമ്പ്യാർ.